ഫ്രാങ്കിസ് റെഡ് 21 ബ്രിക്സ് വാലി വരെ വരുന്ന ഒരു ഫ്രൂട്ടാണ്. നല്ല സ്വീറ്റാണ്. ഇത് റെഡ് ചൈന പിന്നെ റൂട്ട് സ്റ്റോക്കിലാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. റെഡ് ചൈനയുടെ റൂട്ട് സ്റ്റോക്ക്, റെഡ് ചൈനയുടെ മുള്ളാണ് ശരി കമ്പി പോലെ നിൽക്കുക. നല്ല കമ്പി പോലെ തൊടിയണം, നല്ല ബലത്തിൽ നിൽക്കണം. നല്ല ബലമാണ് ഇത് മുള്ളിൽ ഭയങ്കര ശരിക്കും കുത്തി കയറും. പക്ഷേ റെഡ് ചൈന നല്ലൊരു വെറൈറ്റിയാണ്. ഇതും 18 കൃഷിയാലൂടെ വരുന്നതാണ്. ഇതിന് കൂടുതൽ അസുഖങ്ങളൊന്നും ഇല്ലാത്തൊരു വെറൈറ്റിയാണ്. നല്ല ഗ്രോത്തുള്ള വെറൈറ്റിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഫ്രാങ്കിസ് റെഡ് ഇത്തിരി ഗ്രോത്ത് കുറവാണ്, സ്ലോ ഗ്രോത്താണ്. അപ്പോൾ ഗ്രോത്ത് കൂടിയ ഫുഡ് സ്റ്റോക്കിലാണ് അത് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റായി ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ ഇതിൽ ചെയ്യാൻ പോകണം. ഫ്രാങ്കിസ് 9/9/2025 ഫ്രാങ്കിസ് റെഡ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വളർച്ച എത്ര സമയം എടുക്കുന്ന നോക്കാം. എത്ര മാസം കഴിഞ്ഞായിരിക്കും അതിൻ്റെ കൂമ്പ് നല്ല ബെഡ് വരാമെന്നുള്ളത് നോക്കാം. പ്ലാൻ ചെയ്യും. എൻ്റെ കളക്ഷനിലെ ആദ്യത്തെ ലിസ വെറൈറ്റി മുട്ടിട്ട് തുടങ്ങി. ഫ്ലവർ ബെഡ്, ഫസ്റ്റ് ഫ്ലവർ ബെഡാണ് ലിസയുടെ. ഇന്നിപ്പോൾ ജൂലൈ 2025 1-ാം തീയതിയാണ്. എത്ര ദിവസം കൊണ്ട് ഫ്ലവർ ബെഡാവുമെന്ന് നോക്കുക. ഫ്ലവറായിട്ട് ബെഡ് വിരിഞ്ഞ് പൂ കൊണ്ട് ഒന്ന് കായാവുന്നതൊക്കെ കായ്ക്കാവുന്നൊക്കെ നോക്കാം. നോക്കട്ടെ. ആ ലിസ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ബാക്കിയെല്ലാം ഇത് റെഡ് ചൈന. റെഡ് ചൈനയുടെ ഫ്ലവർ നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട് വരും. റെഡ് ചൈന ഇത് ജംബോ റെഡാണ്. അത് നാളേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ജംബോ റെഡ്. പിന്നെ ഇത് വേറെ വെറൈറ്റിയാണ്. ഇത് നാളേക്ക് വരും. ഏറ്റവും സ്പെഷ്യൽ വെറൈറ്റിയാണ്. ഇതിൻ്റെ വയലറ്റ് കളറാണ്. അതിൻ്റെ മറ്റേൻ്റെയൊക്കെ റെഡ് ആകുമ്പോൾ ഇതിൻ്റെ അറ്റത്തൊക്കെ ഒരു വയലറ്റ് കളർ. അത് റെയിൻബോ എന്ന് പറഞ്ഞ വെറൈറ്റി. റെയിൻബോ നല്ല ഭംഗിയാണ് ഫ്രൂട്ട് കാണാൻ. റെയിൻബോ കളർ തന്നെയാണ്. നല്ല ഒരു വെറൈറ്റി. മീഡിയം സ്വീറ്റാണ്, വലിയ സ്വീറ്റില്ല, മീഡിയം സ്വീറ്റാണ്. പക്ഷേ നല്ല ഫ്ലേവറാണ്, നല്ല വെറൈറ്റിയാണ്. കാണാൻ നല്ല ഭംഗിയാണ് ഫ്രൂട്ട്. ഒരുപാട് ഫ്ലവറും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഓരോരോ വെറൈറ്റികളാണ്. ഇതിൻ്റെയൊക്കെ റെഡ് കളറാണെങ്കിൽ ഉണ്ടോ, ഇതിൻ്റെ റെഡ് കളറാണ്. ഇപ്പോൾ എൻ്റെ മുമ്പത്തൊക്കെ ഇതിൻ്റെ റെയിൻബോൻ്റെ കളറുണ്ട്, വയലറ്റ് കളറാണ്. ഇത് പൂവിന് വിരിഞ്ഞിട്ട് കാണിച്ചാൽ ശരി. നമ്മുടെ പ്ലാന്റുകൾ പിന്നെ കായ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. തായ്വാൻ ബിഗ് മാക്ക് എന്ന് പറഞ്ഞ വെറൈറ്റി. ബിഗ് മാക്ക് അതൊക്കെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതും വേറെ വെറൈറ്റിയാണ്. ഇതിവിടെ ഒരു ഫ്ലവർ ആയിട്ട് ബെഡ് ഇട്ടിട്ടുണ്ട്. അത് നാളേക്ക്, അത് മിക്കവാറും നാളേക്ക് തന്നെ ഒക്കെ ആവും. ഇതാണ് റെഡ് ചൈന. വേറെ ഒരെണ്ണം കൂടി ഫ്ലവർ ആവാറായിട്ടുണ്ട്. ഇത് ഇസ്രായേലിയല്ലാണ്. ഇതുവരെ ആയിട്ടില്ല. ഇതൊരു വർഷമായിട്ടുള്ളൂ. ഇസ്രായേലിയല്ല ചിലപ്പോൾ 2 വർഷമൊക്കെ ആവുമെന്ന് പറയുന്നുണ്ട് ഫ്ലവർ ചെയ്യാനായിട്ട്. ഇത് ഇസ്രായേലിയല്ലാണ്. അങ്ങനെ ഫ്രാങ്കിസ് റെഡ്. ഇതും 1 വർഷം കഴിഞ്ഞാണ്. ഫ്രാങ്കിസ് റെഡിൻ്റെ തണ്ടുണ്ട്. വളരെ വണ്ണം കുറഞ്ഞ പെൻസിലുമാതിരി ഇരിക്കുകയാണ്. വണ്ണം വളരെ കുറവാണ് ഫ്രാങ്കിസ് റെഡ്. ഇത് നല്ല 21 ബ്രിക്സ് വാല്യുള്ള വെറൈറ്റി. അത് ഫ്രാങ്കിസ് റെഡ് 21 ബ്രിക്സ് വാല്യുണ്ട്. 1 വർഷമായിട്ട് ഇപ്പോൾ ഇത്ര ആയിട്ടുള്ളൂ.
സ്ലോ ഗ്രോത്താണ്. അപ്പോൾ ഇതിനെ വേറെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. വേറെ ഗ്രോത്തുള്ളൊരു റൂട്ട് സ്റ്റോക്കിൽ വേറെ പറഞ്ഞപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ല വെറൈറ്റിയാണ്. ജംബോ റെഡാണ്, കായായിട്ടുണ്ട്. ഈ ഒരു വെറൈറ്റി ഉണ്ട്. ഇത് ഭയങ്കര മുള്ളാണ്. ഇതാണ് ട്രീസ എന്നാണ് പറയുന്നത്, ട്രീസ. പക്ഷെ ഇത് ക്രോസ് പോളിനേഷനാണ് എന്നാണ് പറയുന്നത്. ഇതുവരെ ഫ്ലവർ ചെയ്തിട്ടില്ലത്. ഭയങ്കര മുള്ളാണ്. ഒരു പൗഡർ കോട്ടിങ് ഉണ്ടായിരുന്നു പുറത്ത്. ഇത് തിക്കിങ് എന്ന് പറയാറുണ്ട്, തിക്കിങ് എന്ന് പറയാറായിട്ടാണ്. ഇത് അത് ഫ്രാങ്കിസ് റെഡ് ഞാൻ ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചാണ്. ഫസ്റ്റ് ഇത് പ്ലാന്റ് ചെയ്തത് ഫ്രാങ്കിസ് റെഡ്. റെഡ് ജൈനമാണ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. റൂട്ട് സ്റ്റോക്ക് റെഡ് ജൈനയാണ്. റെഡ് ജൈന നല്ല ഗ്രോത്തുള്ള വെറൈറ്റി. അപ്പോൾ അതുമ്പോൾ തന്നെ അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കും. ഗ്രാഫ്റ്റിങ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ഗ്രോത്തുള്ള വെറൈറ്റിയുടെ റൂട്ട് സ്റ്റോക്കിൽ തന്നെ ഗ്രാഫ്റ്റ് ചെയ്യണം. പല വെറൈറ്റികളും ഗ്രാഫ്റ്റ് ചെയ്താൽ മാത്രമേ നന്നാവുള്ളൂ, നന്നായിട്ട് വളരുള്ളൂ. അതിൽപ്പെട്ടാണ് ഫ്രാങ്കിസ് റെഡൊക്കെ വളരെ സ്ലോ ഗ്രോത്താണ്. ലെമൺ യെല്ലോ അതൊക്കെ സ്ലോ ഗ്രോത്താണ്. അതുപോലെ എക്വഡോർ പലോറ, ഇത് എക്വഡോർ പലോറ ഉണ്ട്, ഇത് എക്വഡോർ പലോറ ഉണ്ട്. ഇതൊക്കെ സ്ലോ ഗ്രോത്താണ്. അപ്പോൾ അതിനൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യണം. വേറെ വെറൈറ്റി ഇത് ബ്ലാക്ക് ഡ്രാഗൺ എന്ന് പറഞ്ഞാൽ അത് ബ്ലാക്ക് ഡ്രാഗണാണ്. പിന്നെ തണ്ടുകളൊക്കെ പ്രത്യേക സ്ക്വയർ ടൈപ്പ് ആയത്. മറ്റുള്ള മെഷി ബ്ലാക്ക് ഡ്രാഗണിൻ്റെ തണ്ടുകളൊക്കെയാണ്. സ്ക്വയർ ടൈപ്പാണ്, നല്ല കട്ടിയുള്ള പ്രത്യേക ടൈപ്പ്. പിന്നെ ബ്ലാക്ക് ഡ്രാഗൺ അതും ഫ്ലവറിങ് ആയിട്ടില്ല, 1 വർഷം കഴിഞ്ഞാണ്. ഇന്നത്തെ വിശേഷങ്ങൾ.